തീർച്ചയായിട്ടും ഈ രണ്ട് കടയിൽ ശല്യമാണ്. പുള്ളിക്കാരൻ പ്രസാദിന് 2000-3000 ഒക്കെ പുള്ളിക്ക് സാമ്പത്തികമായിട്ട് ചെറുക്കം വരുമ്പോൾ അയാൾ കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു. ഇവിടെ ഗുണ്ടായിസത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പല പ്രാവശ്യങ്ങളിലും ഞാൻ മഹസാക്ഷിയാണ്. നമസ്കാരം. തട്ടുകടയിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. കോട്ടയം മാഞ്ഞൂർ സ്വദേശിയായ ശ്യാം പ്രസാദ് എന്ന 44 വയസ്സുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 1 മണിയോടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. കോട്ടയം ഏറ്റുമാനൂരിന് സമീപം കാരിത്താസ് ഹോസ്പിറ്റലിന് മുൻപിലുള്ള ഒരു തട്ടുകടയിൽ വെച്ചാണ് സംഘർഷം ഉണ്ടാകുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ പെരുമ്പായിക്കാട് സ്വദേശിയായ ജിമിൻ ജോർജ് എന്ന 22 വയസ്സുകാരനെ പോലീസ് പിടികൂടുകയും ചെയ്തു. എന്നാൽ ഏതായാലും ഒരു ദാരുണമായ സംഭവമാണ് ഇവിടെ നടന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ 3ാമത്തെ മുറുക്കാൻകടയിൽ എൻ്റെ ഒരു സുഹൃത്ത് ആണ് ആ മുറുക്കാൻകടയിൽ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഹെൽപ്പിങ്ങിന് ചെല്ലും. അപ്പോൾ അങ്ങനെ ചെല്ലുന്ന ഈ അവസരത്തിൽ ഇവിടെ ശാലിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും അവരുടെ ഭർത്താവും, ഇപ്പുറത്ത് പ്രകാശ് എന്ന് പറയുന്ന ഈ വ്യക്തിയും തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. കാരണം ആ പെണ്ണിന് ആൾക്കാർ നാരങ്ങ വെള്ളം കുടിക്കാനും മറ്റ് സിഗരറ്റും ബീഡിയൊക്കെ മേടിക്കാനായിട്ട് ആൾക്കാരെല്ലാം വരും. ഇവനത് കിട്ടാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പം പല പ്രാവശ്യങ്ങളിൽ ഇവൻ ഈ പാൻപരാഗ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഏറ്റുമാനൂർ പോലീസ് എക്സൈസിലേക്ക് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ പരാതി സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നപ്പം ഞാൻ പല പ്രാവശ്യങ്ങളിലും ഞാൻ മഹസാക്ഷിയാണ്. അതുങ്ങൾക്ക് അത് അങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടി ഇല്ല അവർക്ക്. അപ്പോൾ ഈ പ്രകാശമായിട്ടുള്ള ഈ വിഷയമാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ പോലീസുകാരനുമായിട്ടുള്ള ഇന്നലത്തെ വിഷയം സംബന്ധിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ പറ്റില്ല. ഞാൻ വന്നതിന് ശേഷം മാത്രമേ പുലർച്ചെയാണ് നടന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ താമസമാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ്? ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പുള്ളി ഒരു നല്ലൊരു മനുഷ്യനാണ്. പുള്ളിക്കാരൻ ഞാൻ ഇരിക്കുന്ന ആ കടയിലെ പ്രസാദിന് 2000-3000 ഒക്കെ പുള്ളിക്ക് സാമ്പത്തികമായിട്ട് ചെറുക്കം വരുമ്പം ചോദിക്കും, സാറേ എനിക്ക് ഇച്ചിരി പൈസ തരണം എന്ന് പറയുമ്പം ഈ ATM-ൽ നിന്ന് പൈസ എടുത്ത് അയാൾ കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു. അയാൾ മദ്യപിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളുള്ള മനുഷ്യനല്ല. ശരിക്കും ഈ നാട്ടുകാർക്ക് തന്നെ ഈ രണ്ട് കടയും ഒരു ശല്യമാണ്. തീർച്ചയായിട്ടും ഈ രണ്ട് കടയും ശല്യമാണ്. അത് ശല്യം നാട്ടുകാർക്കല്ല, ഇവർ തമ്മിലുള്ള വിഷയങ്ങളാണ് ശല്യം. എന്താ പറയുക, ഇവിടെ ഈ പ്രദേശത്തൊക്കെ ഒരുപാട് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുണ്ടാകും. അത്തരത്തിലുള്ള സംഭവങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നുണ്ടോ? ഉണ്ട്. ഇവിടെ ഈ മദ്യം കഴിച്ചു കഴിയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ മിക്ക ദിവസങ്ങളിൽ നടക്കാറുണ്ട്. അത് കൂടുതൽ സംക്രാന്തി എന്ന് പറയുന്ന ആ ഭാഗത്തൊന്നും ഏറ്റുമാനൂരിൽ കുറേ ആൾക്കാർക്ക് ഇവിടെ സ്ഥിരം വരും. അടിയും ബഹളവും ഒക്കെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 1 വർഷം മുന്നേ ഒരു ഹോട്ടലിൽ കയറി ആക്രമിക്കുകയൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു ഹോട്ടൽ അടിച്ച് തകർത്ത് തരിപ്പണമാക്ക്, അങ്ങനെ ഇവിടെ ഗുണ്ടായിസത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് അധികാരികൾ ഒന്ന് ശ്രദ്ധിച്ച് സാധാരണക്കാരനൊക്കെ ഒരു ജീവിക്കണമല്ലോ. അപ്പോൾ ആ ഒരു ജീവിതം ഉണ്ടാക്കി തരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനലുകാർ ആത്മാർത്ഥമായിട്ട് ഈ ആൾക്കാരോട് പറഞ്ഞ് ശരിക്കും ഇതൊക്കെ ഈ അനധികൃതമായാണോ ഈ കടയിൽ ഇരിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് പുറമ്പോക്കിലിരിക്കുന്ന സംഗതികളൊക്കെ കാരിത്താസ് ഹോസ്പിറ്റലിൽ നിന്ന് പല പ്രാവശ്യങ്ങളിലും ഇവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെപ്പട്ടിക്കാരായതുകൊണ്ട് ഇങ്ങനെ അത് ചെയ്തുകൊണ്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇന്നലെ 1 മണിയോടെയാണ് ഈ തട്ടുകട കേന്ദ്രീകരിച്ച് സംഘർഷമുണ്ടാകുന്നത്. ഈ 2 കടകൾ ആണ് ഇവിടെ ഉള്ളത്. കാരിത്താസ് ഹോസ്പിറ്റലിന്റെ ഏതാണ്ട് മുന്നിൽ റോഡ് അരികിൽ തന്നെയാണ്, പ്രധാന പാതയുടെ അരികിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. ആദ്യം കാണുന്നത് പ്രകാശ് എന്നയാളുടെ തട്ടുകടയാണ്. ഈ തട്ടുകടയിൽ വെച്ചാണ് സംഘർഷമുണ്ടാകുന്നത്. ആ സംഘർഷമുണ്ടാകുന്ന സമയത്താണ് ശ്യാം പ്രസാദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ കൂടിയായ അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് വരികയായിരുന്നു. 12 മണിയോടെ
ഡ്യൂട്ടി കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ ചായ കുടിക്കുന്നതിനായി എത്തുകയായിരുന്നു. അപ്പോൾ അക്രമിയുമായി കടക്കാരൻ തർക്കമുണ്ടാകുന്ന സമയത്താണ് പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ എത്തി എന്ന് പറയുന്നു, നിന്നെ പിടികൂടുമെന്ന് പറയുകയും ചെയ്യുന്നു. ഇതിൽ പ്രകോപിതനായ ജിബിൻ ജോർജ് ഈ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ആ സമയം അദ്ദേഹം മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ചവിട്ടി താഴെയിട്ട് നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തു. ഉടൻ തന്നെ ആ സമീപത്തോടെ പട്രോളിങ്ങിനായി വന്നിരുന്ന കുമരകം പോലീസ് സ്റ്റേഷൻ SHO ഉൾപ്പെടെ ഷിജി കുമാർ ഉൾപ്പെടെ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു. ഉടൻ തന്നെ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുകയും പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചാൽ അദ്ദേഹത്തിന് ജീപ്പിനുള്ളിൽ തന്നെ അദ്ദേഹം പൊളിഞ്ഞു വീഴുകയായിരുന്നു. അദ്ദേഹത്തിന്റെ നില ഗുരുതരമായതിനെ തുടർന്ന് പിന്നീട് അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിച്ചെങ്കിലും ഇന്ന് പുലർച്ചെ 4 മണിയോടെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മരണപ്പെടുകയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജിബിൻ ജോർജിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മരണപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ കോട്ടയം കടുത്തുരുത്തി മാഞ്ഞൂർ സ്വദേശിയാണ്. ഭാര്യയും 3 മക്കളും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം. ഈ പ്രദേശം കേന്ദ്രീകരിച്ച് വ്യാപകമായ ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു ബാറാണ് ഇവിടെ ഉള്ളത്. ഈ ബാറിന്റെ എക്സ്കാലിബർ എന്ന ബാറിന്റെ മുൻവശത്താണ് ഈ 2 തട്ടുകടകൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നാട്ടുകാർക്കൊക്കെ വലിയ ശല്യമാണ്. നിരന്തരമായി അക്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ കടക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ആളുകൾ സംഘത്തോടെ സിഗരറ്റ് വലിക്കുന്നതിനും മറ്റുമൊക്കെയായി ഇവിടെ എത്തിച്ചേരുന്നു. അപ്പോൾ പതിവായി ഒരു സംഘർഷങ്ങളോ തർക്കങ്ങളൊക്കെ നടക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഇവിടെ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ, ഈ ക്രിമിനൽ സംഘങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റുമാനൂർ മേഖലയിൽ ഈ ഇതുപോലത്തുള്ള ക്രിമിനൽ സംഘങ്ങളിൽ നിന്നും നാട്ടുകാർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവരുടെ സ്വൈര ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികളൊക്കെ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ഇപ്പോൾ പറയുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.